ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വടയാണ് ഞാനിവിടെ ട്രൈ ചെയ്ത് കാണിക്കുന്നത്. ഇത് ചായയുടെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഈ വട നല്ല സ്പൈസി ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ ചേട്ടന്മാർക്കും അച്ചായന്മാർക്കും അങ്കിൾമാർക്കൊക്കെ ടച്ചിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ വളരെ നല്ലൊരു പലഹാരമാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ വട ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് വടയുണ്ടാക്കാൻ ആവശ്യമായ കാബേജ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. നമ്മൾ സാധാരണ തോരനൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കാബേജാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാബേജ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. കാബേജ് ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാബേജ് കയ്യിലെടുത്ത് ഒന്ന് നന്നായിട്ട് അമർത്തി പിഴിഞ്ഞ് അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം കളയണം. നമ്മളിങ്ങനെ അമർത്തി പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോരും. ബാക്കിയുള്ള കാബേജും ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. കാബേജ് ഈ കാണുന്ന പോലെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സവാള കനം കുറച്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് വിടർത്തി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 4 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവ് കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചേർത്ത ഇൻഗ്രീഡിയൻസും കാബേജും എല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിയാണ്. ഇതുപോലത്തെ മുഴുവൻ മല്ലി എടുത്തിട്ട് ഒന്ന് പതുക്കെ കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുത്തതാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയാണ്. ചതച്ച മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ മസാലകളെല്ലാം ഈ ഇൻഗ്രീഡിയൻസിലൊക്കെ നന്നായിട്ട് പിടിക്കണം. ഈ വട ഇത്തിരി സ്പൈസി ആയിട്ടുള്ളതാണ്. അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മളിതിലധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നല്ല നനവുണ്ടാവും. ഒരു 5-6 മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ തിരുമ്മി യോജിപ്പിക്കണം. ഇപ്പോൾ പൊടികളും കാബേജും എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവൊന്ന് വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാത്രത്തിലുള്ള ഉപ്പുപൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്വല്പം വെള്ളം തളിച്ച് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോകരുത്. ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറേശ്ശായിട്ട് പല പ്രാവശ്യം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി. ഈ ബാറ്റർ റെഡിയായി കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ലൂസായി പോകാനും പാടില്ല, കൂടുതൽ ടൈറ്റായി പോകാനും പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞ് വീണ്ടും കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ വടയ്ക്കുള്ള മാവ് ഈ കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓയിൽ ചേർത്ത് വീണ്ടും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ വടയുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള മാവ് എടുക്കാം. ഇതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത മാവ് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ കയ്യിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ മാവും കൊണ്ട് നമുക്കിതുപോലെ വടയുണ്ടാക്കിയെടുക്കാം. നമുക്കിതിനെ കട്ട്ലറ്റ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഇതിൽ നല്ലതുപോലെ മസാലപ്പൊടികളെല്ലാം ചേർത്തേക്കുന്നത് കൊണ്ട് നമ്മളിത് കഴിക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരു മീറ്റ് കട്ട്ലറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്.
ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വട വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വട ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. വട എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വടയുടെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും വടയുടെ ഉൾഭാഗം പാകത്തിന് കുക്കായി കിട്ടുകയുമില്ല. ഇപ്പോൾ വടയുടെ ഒരു സൈഡ് മൂത്ത് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വട കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ഒരിക്കലും കുക്ക് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് തിരിച്ച് മറിച്ച് വിട്ട് കുറച്ച് സമയം എടുത്ത് വേണം കുക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ നല്ല പാകത്തിന് കുക്കായിട്ടും ഒക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ വടയുടെ 2 സൈഡ് മൂത്ത് ക്രിസ്പിയും ബ്രൗൺ കളറെല്ലാമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള വടയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. റെഡിയായ വട നമുക്ക് ചൂടോടുകൂടെ ടൊമാറ്റോ സോസ്, ഗ്രീൻ ചട്നി ഇവയുടെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പം ടൊമാറ്റോ സോസിൻ്റെയും ഗ്രീൻ ചട്നിയുടെയൊക്കെ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്.